ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജിയോ എയർ ഫൈബറിനെ കുറിച്ചാണ്. ഇത് ഈ കാണുന്നതാണ് ജിയോ എയർ ഫൈബർ ഔട്ട്ഡോർ യൂണിറ്റ്. ഈ കേബിൾ വഴിയാണ് ഇൻ്റർനെറ്റ് നമുക്ക് ലഭിക്കുന്നതും ഇതുവഴിയാണ് ടവർ വഴി കണക്ഷൻ ലഭിക്കുന്നത്. ഇത് eSIM വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കേബിൾ വഴിയാണ് ഈ യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള പവറും ഇൻ്റർനെറ്റും നമുക്ക് ഉള്ളിലേക്ക് വരുന്നതും. അതിനിടയിൽ 2 ഇൻഡിക്കേഷൻ ഉണ്ടാവും. 5G ഇൻഡിക്കേഷനും പവർ ഓണിൻ്റെ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ടാവും. ഇതാണ് ജിയോയുടെ എയർ ഫൈബറിൻ്റെ മറ്റൊരു യൂണിറ്റ് വരുന്നത്, ഇൻഡോറിൽ വെക്കുന്ന യൂണിറ്റ് വരുന്നത്. ഇത് ഈ കേബിൾ വഴി ഇൻ്റർനെറ്റ് ഇതുവഴി വന്ന് ഈ ഒരു സ്വിച്ച് വഴിയാണ് ഔട്ട്ഡോർ യൂണിറ്റിനും ഇൻഡോർ യൂണിറ്റിനും പവർ തരുന്നത്. ഇതുവഴി കേബിൾ വഴി ഔട്ട്ഡോർ യൂണിറ്റിനുള്ള പവറും ഇൻ്റർനെറ്റും കൂടെ ഇതുവഴി കേബിൾ വഴി കടന്നു പോകും. ഇത് കാറ്റ്6 നെറ്റ്വർക്ക് കേബിളാണ്. ഇതുവഴി ഈ കേബിൾ വഴി നമുക്ക് പവറും ഇൻ്റർനെറ്റും ഒരേ സമയം കൊണ്ടുപോകാവുന്നതാണ്. ഇതാണ് ഈ സ്വിച്ച് വരിക. ഇൻജക്ടർ എന്നാണ് ഇതിനെ ശരിക്കും പറയുക. ഇതുവഴി തന്നെ ഒരു സൈഡിൽ ഇൻ്റർനെറ്റും ഒരു സൈഡിൽ പവറും ഒരേ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കേബിൾ വഴി ഈ ഇൻഡോർ യൂണിറ്റിൻ്റെ മോഡത്തിൻ്റെ പിൻവശത്തായി പവറും ഇൻ്റർനെറ്റും കടന്നു വരുന്നു. ഈ കേബിൾ വഴി പവറും ഇതുവഴി ഇൻ്റർനെറ്റുമാണ് കടന്നു വരിക. ഇത് പവർ കണക്ട് ചെയ്യേണ്ട സെക്ഷനിലും ഇത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യേണ്ട സെക്ഷനിലുമാണ് വരുന്നത്. അതിലിപ്പോൾ പിന്നെ ഡിസ്കണക്ട് ചെയ്തതിനാണ് 2 മിനിറ്റ് കഴിയുമ്പോഴാണ് അത് ഓണായി വരിക. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വീട് കവർ ചെയ്യാൻ ഈ ഒരു ഔട്ടർ മാത്രം മതി എന്നാണ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. ഞാനിത് കുറച്ച് നാളായി ഉപയോഗിച്ച് നോക്കുന്നു. ഒരു 1 വർഷത്തിൻ്റെ അടുത്തായി ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം പിൻഫെച്ചർ തന്നെയായി നമുക്ക് 4 RJ45 ഔട്ടും ഒരു USB ഔട്ടും ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് കമ്പനിക്കാർ നൽകുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ജിയോ എയർ ഫൈബർ നമ്മൾ കട്ട് ചെയ്യുക, അഥവാ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും അവർ തിരിച്ചവരെടുക്കുന്നതാണ്. നമുക്ക് ഏകദേശം നമ്മളെടുക്കുന്ന പ്ലാൻസനുസരിച്ച് 30 MB സ്പീഡിൽ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ആവറേജ് ഒരു ഏകദേശം ഡൗൺലോഡിങ് സ്പീഡ് തന്നെ ഏകദേശം 25 അടുത്ത് ഏകദേശം കിട്ടുന്നുണ്ട്. അപ്ലോഡ് സ്പീഡ് എന്തായാലും കുറവായിരിക്കും. ഏകദേശം 20 അവർ പറയുന്നത്. അത് 20 പോലും കിട്ടില്ല. ഏകദേശം 15 MB അല്ലെങ്കിൽ 12 MB ആ റേഞ്ചിൽ അപ്ലോഡ് സ്പീഡ് കിട്ടുള്ളൂ. കാരണം ഡൗൺലോഡ് സ്പീഡിനേക്കാളും കുറവായിരിക്കും അപ്ലോഡ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ഏകദേശം എനിക്ക് വെച്ച് നോക്കുമ്പോൾ അതെല്ലാത്തിനും ഇത് തന്നെ ധാരാളമാണ്. ഇത് തന്നെ എനിക്ക് ബാക്കി വരുന്ന ഇൻ്റർനെറ്റാണ്. ഏകദേശം 1 മാസം നമുക്ക് 1000 GB നെറ്റ് ലഭിക്കുന്നുണ്ട് 1 മാസത്തേക്ക്. അതിൻ്റെ കൂടെ ഓരോരു 14 OTT ആപ്പും 2 ലക്ഷമാണ് നമുക്ക് അവർ തരുന്നുണ്ടാവും. മൊത്തത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 3 യൂണിറ്റാണ്. 3 യൂണിറ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു TV സെറ്റപ്പ് ബോക്സും കൂടെ നമുക്ക് ഇതിൻ്റെ അവർ നൽകുന്നുണ്ട്. ഇതാണ് ജിയോൻ്റെ സെറ്റപ്പ് ബോക്സ് വരുന്നത്. നമുക്കിത് നോർമൽ LED TVയിലും ആൻഡ്രോയിഡ് TVയിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇൻ്റർനെറ്റ് വഴിയാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക. അതിനെ ഒരു HDMI ഔട്ടും ഒരു USB ഇന്നും 2 USB ഇന്നും ഒരു പവർ നൽകാനുള്ള ഒരു ഇതുമാണ് നൽകുന്നുണ്ട്. പവർ പുട്ട് നമുക്ക് നൽകുന്നുണ്ടാവുക. അപ്പം മുൻവശം ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് സെറ്റപ്പ് ബോക്സിന് വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് ഏകദേശം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് TV ചാനൽസ് ലഭിക്കണമെങ്കിൽ യൂട്യൂബും മറ്റുള്ളതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. പ്രീമിയമായ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നൽകിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏകദേശം ജിയോ ഹോട്ട്സ്റ്റാർ മറ്റേ ജിയോ സിനിമ എല്ലാം നമുക്ക് ഇതിൽ തന്നെ
ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്കത് മൊബൈലിലും ആയി നമ്മൾ നൽകുന്ന രജിസ്റ്റർ മൊബൈൽ നമ്പർ വെച്ച് നമുക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിലും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇൻ്റർനെറ്റ് നമുക്ക് അത്യാവശ്യം നോർമൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഇൻ്റർനെറ്റ് പരമായ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് പുറമെ ഇത് നമുക്ക് പോസ്റ്റിൽ നിന്നും എക്സ്ട്രാ കേബിൾ വലിക്കുകയോ അതിനൊന്നും ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ടവറിൽ നിന്ന് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ സിസ്റ്റമാണ് ഇതിനും അവർ യൂസ് ചെയ്യുന്നത്. മറ്റ് മൊബൈലാണെങ്കിൽ ഒരു സിം വെച്ച് നമുക്ക് എവിടെയും കൊണ്ടു നടക്കാം. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ചാൽ ക്യാരി ചെയ്യാൻ കുറച്ച് ഇത് നമുക്ക് മൊബൈൽ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അവർ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ ടവറിൻ്റെ ലൊക്കേഷൻ നോക്കി ഏത് സൈഡിലാണോ അവർ 5G ലഭിക്കുന്നത് അതനുസരിച്ചാണ് അവർ ഔട്ട്ഡോർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം അവർ ഔട്ട്ഡോർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അവിടെ നിന്നാണ് അവർ കേബിൾ വലിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എവിടെയാണോ നമ്മൾ ഇൻ്റർനെറ്റ് നമുക്ക് മോഡം കൊണ്ട് വെക്കേണ്ടത് അവിടത്തേക്ക് കേബിൾ വലിച്ചിടുന്നുണ്ടാവുക. അവിടെ തന്നെ നമുക്ക് അത് ആക്സസ് നമുക്കത് റെഡിയാക്കി തരുന്നതായിരിക്കും. മനുഷ്യർ വന്ന് എന്നിട്ട് വൈഫൈ ആക്സസ് ആക്കി തരും. നമുക്ക് സെറ്റ് ബോക്സ് എല്ലാ ഇതിലും ഉപയോഗിക്കാം. TV നോർമൽ LED TVയിലും ആൻഡ്രോയിഡ് TVയിലും ഗൂഗിൾ TVയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലെല്ലാം നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു HDMI കേബിളും രണ്ട് ലാൻ കേബിൾ, അതായത് RJ45 കേബിളും നമുക്ക് അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇൻബിൽട്ടായിട്ട് ഇതിനോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ കമൻ്റായും മെസ്സേജായും ദയവായി അയയ്ക്കുക, റിപ്ലൈ തരിക.